ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഇൻവെസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിവരങ്ങൾ ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. അതായത് മാഗ്നം സ്പോർട്സും പുതിയ ഇൻവെസ്റ്റേഴ്സും തമ്മിൽ ധാരണയിൽ എത്തിയിട്ടുണ്ട്. 120 കോടി രൂപക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കൈമാറുന്നത്. ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ഒരു അന്തിമ തീരുമാനം, ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു കൺസോർഷ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കുന്നത്. വിദേശത്തുള്ള ഒരു മലയാളി സംരംഭകൻ അതിൽ ഉൾപ്പെടുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നത്. മനോരമ, സില്ലീസ് എന്നിവരൊക്കെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ വിദേശത്തുള്ള ആ മലയാളി സംരംഭകൻ അത് ഡോക്ടർ ജംഷീർ വയലിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. അതായത് ഡോക്ടർ ജംഷീർ വയലിലും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പായ VPS ഹെൽത്ത് കെയറുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമസ്ഥർ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. നമ്മൾ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അത് കേവലം റൂമർ മാത്രമാണ്, ഒഫീഷ്യൽ കൺഫർമേഷനുകൾ ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ പലരും ഇത് വാർത്തയാക്കിയത് അത് ഉറപ്പിച്ച തരത്തിലാണ്. ഡോക്ടർ ജംഷീർ വയലിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമസ്ഥൻ എന്ന തരത്തിലുള്ള വാർത്തകൾ വ്യാപകമായി കൊണ്ട് പ്രചരിച്ചു. അത് നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ VPS ഹെൽത്ത് കെയർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പ്രചരിച്ചതെല്ലാം വ്യാജ വാർത്തയാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. VPS ഹെൽത്ത് കെയറോ അതല്ലെങ്കിൽ അവരുടെ സ്ഥാപകനായ ഡോക്ടർ ജംഷീർ വയലിലോ ക്ലബ്ബ് ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട യാതൊരുവിധ നടപടികളുടെയും ഭാഗമായിട്ടില്ല. പ്രചരിക്കുന്ന വാർത്തകളിൽ യാതൊരു വാസ്തവുമില്ല എന്നാണ് അവരുടെ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമസ്ഥൻ അത് ഡോക്ടർ ജംഷീർ വയലിലോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പായ VPS ഹെൽത്ത് കെയറോ അല്ല. അതെല്ലാം വെറും വ്യാജ വാർത്തകൾ മാത്രമായിരുന്നു. അതിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്നുള്ളത് അവർ തന്നെ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആരായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമസ്ഥർ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.